ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു? നമ്മുടെ ഈ കോണിക് സെക്ഷൻ്റെ ആദ്യത്തെ സെക്ഷൻ ഓഫ് എ കോണൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് സർക്കിൾ ഉണ്ട്, പരാബോളയുണ്ട്, ഹൈപ്പർബോളയുണ്ട്, പിന്നെ എന്തുണ്ട്, അവയുടെ എക്സെൻട്രിസിറ്റി ഉണ്ട്, ലാറ്റസ് റെക്റ്റം ഉണ്ട്, അങ്ങനെ കുറേ അധികം ടോപ്പിക്സ് ഉണ്ട് ഇനി നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കുറേ അധികം ഇക്വേഷൻസ് കാര്യങ്ങളെല്ലാം ഈ ടോപ്പിക്കിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറന്നു പോവാതെ ഇക്വേഷൻസ് എല്ലാം എന്ത് ചെയ്യണം, ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇക്വേഷൻസ് എല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ ഓർഡർ ബൈ ഓർഡർ ആയിട്ട് നിങ്ങളത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരു റൂമിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പെട്ടെന്ന് നോക്കുന്ന ഒരു സ്ഥലമില്ല, അവിടെ കൊണ്ടുപോയി ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നിങ്ങൾ ഡെയിലി ഇത് കാണുമ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യും, അത് ഓർമ്മയിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ട്രിക്സ് ഒക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഈ ഇക്വേഷൻസ് ഒക്കെ പഠിക്കാൻ. കാരണം കുറേ അധികം കോണി സെക്ഷനിൽ തന്നെ നമ്മൾ എക്സെൻട്രിസിറ്റി വരുന്നുണ്ട്, ലാറ്റസ് റെക്റ്റം വരുന്നുണ്ട്, ഇതിലെല്ലാം കുറേ അധികം ഇക്വേഷൻസ് ആണ് കടന്നു പോകുന്നത്. നമ്മുടെ ഈ സർക്കിളിൽ തന്നെ എന്തുണ്ട്, സർക്കിളിൻ്റെ എക്സെൻട്രിസിറ്റി, ലാറ്റസ് റെക്റ്റം, അതുപോലെ പരാബോളയുടെയും ഹൈപ്പർബോളയുടെയും എലിപ്സിൻ്റെയും, അപ്പോൾ ഓരോന്നിനും ഓരോ ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോണിക് സെക്ഷനിൽ വരുമ്പോൾ എന്താണ്, കോണിൻ്റെ സെക്ഷൻ, അതായത് കോണിൻ്റെ പല സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ തൊട്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുമ്പം അതിന് എക്സെൻട്രിസിറ്റിയും അതുപോലെ സെൻറ്ററും റേഡിയസും അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരിക എന്താണ്, ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ സെൻറ്റർ എന്താണെന്ന് നോക്കുക, അതുപോലെ എന്താണ് അതിൻ്റെ റേഡിയസ് എന്താണെന്ന് ഫൈൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, സെൻറ്ററും റേഡിയസും നമുക്ക് തന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ഫൈൻഡ് ചെയ്യാനായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്, കണ്ടുപിടിക്കാൻ പറയുന്നത് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ ആയിരിക്കും നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ ഒരു ഫോർമുലയുണ്ട്, അത് നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, എക്സ് മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ നോക്കിക്കേ, എക്സ് മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, ഈ എക്സും എച്ചും വൈയും കെയും ആറൊക്കെ എന്താണെന്ന് നമുക്കൊരു ഡൗട്ട് വരില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ എക്സും വൈ എന്ന് പറയുന്നത് ഇവിടുത്തെ വേരിയബിൾ ആണ്. ഓക്കെ, എച്ചും കെ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ സർക്കിളിന്റെ സെന്റർ ആണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എച്ചും കെ ആണ് നമ്മുടെ സെന്റർ എന്ന് പറയുന്നത്. ആർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ് ആർ എന്ന് പറയുന്നത്. ആർ എന്തായിരിക്കും, നമ്മുടെ സർക്കിളിന്റെ റേഡിയസിനെ ആയിരിക്കും ഇത് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. എച്ചും കെ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സെന്റർ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, സർക്കിളിന്റെ ഇക്വേഷൻ ഫോം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഫൈൻഡ് ചെയ്യേണ്ടി വരും, എച്ച് കെയും ഫൈൻഡ് ചെയ്യേണ്ടി വരും, അതുപോലെ എന്താണ് ആറും അല്ലേ? അപ്പോൾ ആറും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫൈൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും, ആ ഇക്വേഷനിൽ സെൻറ്റർ എന്താണ്, ആർ എന്താണ്, അങ്ങനെയൊക്കെയായിരിക്കും നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വരിക. പിന്നെ എന്താണ്, നമുക്ക് സെൻറ്ററും തന്നിട്ടുണ്ടാവും, ആറും തന്നിട്ടുണ്ടാവും. പിന്നെ എന്ത് ഫൈൻഡ് ചെയ്യാൻ ചോദിക്കും, ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഇത് നിങ്ങൾ ഒരു ബോക്സിൽ ബൈ ഹാർട്ടായിട്ട് ഇത് പഠിച്ചു വെക്കേണ്ട ഒന്നാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ അധികം സെൻറ്ററും റേഡിയസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ച് ചെയ്യാം. ഇക്വേഷൻ തന്നിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം, സെൻറ്ററും റേഡിയസും നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് 5. അപ്പോൾ നമുക്ക് സെൻറ്റർ തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യണം, ഈ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ എന്താണ്, 0 0 ആണ്. അപ്പോൾ നമുക്ക് ഒറിജിൻ അല്ലേ വരിക, അപ്പോൾ ഒറിജിൻ 0 0 ആണ് ഉണ്ടാവുക. റേഡിയസ് ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എക്സ് മൈനസ് എച്ച് അല്ലേ ഇവിടുത്തെ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 0 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു റേഡിയസ് എന്താണ്, 5 ആണ്. ദാറ്റ് ഈസ് 5 സ്ക്വയർ, which implies x square plus y square is equal to 5 square.
ദാറ്റ് ഈസ് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. അപ്പോൾ നമ്മുടെ സർക്കിളിൻ്റെ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ആണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നമുക്ക് സെൻറ്ററും തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്തായിരുന്നു ഫോം ചെയ്യേണ്ടത്? നമുക്ക് ഇക്വേഷൻ ആയിരുന്നു ഫോം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ ഫോമുല എന്താണ്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. നമ്മുടെ സെൻറ്റർ ഒറിജിൻ ആണ് 0 0 ആൻഡ് റേഡിയസ് ഈസ് ഈക്വൽ ടു 5 ആണ്. സോ നമുക്ക് എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ, എച്ച് ഇസ് 0, കെ ഇസ് 0. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ, which implies that x square plus y square is equal to 5 square. That is x square plus y square is equal to 25. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ വിത്ത് സെൻറ്റർ 2 3 ആൻഡ് റേഡിയസ് 4. സെൻറ്റർ 2 3 റേഡിയസ് 4 ആണ്. അപ്പോൾ ഇവിടുത്തെ സെൻറ്റർ എത്രയാണ്? 2 3 ആണ്. റേഡിയസ് ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ, ഇതാണ് നമ്മുടെ എച്ചും കെയും എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് മൈനസ് എച്ച് ഈസ് 2 ആണ്. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ ഈസ് 16. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 ആണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, എത്ര സിമ്പിളാണ് നമ്മുടെ ഇക്വേഷൻ ഫോം ചെയ്യാൻ. ഡയറക്റ്റ് നമ്മുടെ ഫോർമുലയിൽ എച്ചിൻ്റെയും കെയുടെയും ആറിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഏതാണ്? എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേയധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആൻസർ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? Okay, next question. Find the center and radius of the circle x square plus y square is equal to 49. അപ്പോൾ നമുക്ക് ഇനി ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യണം? സെന്ററും ഫൈൻഡ് ചെയ്യണം, റേഡിയസും ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49 ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. നമുക്ക് അതിൽ ഇതുപോലെ ഒന്ന് എഴുതി നോക്കിയാലോ? അപ്പോൾ എക്സ് മൈനസ് 0, എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം. ഓക്കെ, വൈ സ്ക്വയർ നമുക്ക് എഴുതാം, വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം. ഇനി 49ന്റെ സ്ക്വയർ, 49ൽ നമുക്ക് ആർ സ്ക്വയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് 7 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്ന എച്ച് എന്താണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന കെ എന്താണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ആർ എന്താണ്. നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, നമ്മുടെ ഫോമുലയിൽ നോക്കിക്കേ. അപ്പോൾ നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത് 0 0 ആയിരിക്കും. 0 0 എന്താണ്? ഒറിജിൻ ആണ്. നമ്മുടെ സെൻറ്റർ, നമ്മുടെ സർക്കിളിൻ്റെ ഒറിജിൻ ആണ് എന്ത്? 0 0. നെക്സ്റ്റ് നമ്മുടെ റേഡിയസ് എത്രയാണെന്ന് നോക്കിക്കേ. റേഡിയസ് ഈസ് ഈക്വൽ ടു 7 ആണ്. 7 സ്ക്വയർ ഈസ് 49 ആയതുകൊണ്ട് നമ്മുടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഫൈൻഡ് ചെയ്തു? നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. Okay, next question. Find the center and radius of the circle x minus 4 whole square plus y plus 1 whole square is equal to 9. എന്താണ്? x minus 4 whole square plus y plus 1 whole square is equal to 9. നമ്മുടെ ഇക്വേഷൻ നോക്കിക്കേ. ഈ ഇക്വേഷൻ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്? സെൻറ്ററും റേഡിയസും നമുക്ക് ഫൈൻഡ് ചെയ്യണ്ടേ? അപ്പം നമ്മുടെ ഫോമുല വെച്ചിട്ട് നോക്കിക്കേ. എന്താണ്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. കമ്പയർ ചെയ്തേ നിങ്ങൾ. അപ്പം നമുക്ക് എച്ചും കെയും എത്രയാണ് കിട്ടുന്നത്? 6. നോക്കിക്കേ, ഇവിടെ എച്ചിൻ്റെ പ്ലേസിൽ ഇവിടെ ഏതാണ് വാല്യൂ? 4 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എച്ചിൻ്റെ വാല്യൂ എന്താണ്? 4 ആണെന്ന് പറയാം. ഇവിടെ നോക്കിക്കേ, കെയുടെ വാല്യൂ ഇവിടെ എന്താണ്? +1 ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ മൈനസ് ആണ്. അപ്പോൾ എന്തായിരിക്കും? വൈ മൈനസ് ഓഫ് 1 എന്നായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് y + 1 വന്നില്ലേ? അപ്പോൾ നമ്മുടെ കെയുടെ വാല്യൂ എന്താണ്? -1 ആയിരിക്കത്തില്ലേ? അപ്പോൾ കെയുടെ വാല്യൂ
-1. ഇനി ആറിന്റെ വാല്യൂ നോക്കിക്കേ. ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 9 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് 9 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആർ എന്താണ് കിട്ടിയത്? 3 ആണ്. അപ്പൊ നമ്മുടെ സെന്റർ 4 -1 ആണ് നമ്മുടെ സെന്റർ എന്ന് പറയുന്നത്. റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ x - 4 ഹോൾ സ്ക്വയർ പ്ലസ് y + 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സെന്ററും നമുക്ക് കിട്ടിയിരിക്കുന്ന റേഡിയസും എത്രയാണ്? സെന്റർ എന്ന് പറയുന്നത് 4 - 1ഉം റേഡിയസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിൾ ആണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്. നിങ്ങളപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക കേട്ടോ. Okay, next find the equation of the circle with the center -3, 2 and radius 6. അപ്പോൾ നമുക്ക് സെന്ററും തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. -3, 2 ആണ് നമ്മുടെ സെന്റർ. റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. റേഡിയസ് ഈസ് ഈക്വൽ ടു 6 ആണ്. ഇനി നമുക്ക് എന്താണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്? ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന സെന്റർ എന്ന് പറയുന്നത് -3, 2 ആണ്. റേഡിയസ് എത്രയാണ്? 6 ആണ്. ഇനി നമുക്ക് ഈ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാം. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു r സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ എച്ചും ഇതാണ് നമ്മുടെ കെയും എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് മൈനസ് എച്ച് എത്രയാണ്? -3 അല്ലേ? അപ്പോൾ -3 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെയുടെ പ്ലേസിൽ ആരാണ്? 2 ആണ്. y - 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ. r എത്രയാണ്? 6 ആണ്. അപ്പോൾ 6ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു x മൈനസ് ഓഫ് -3 എന്ന് പറഞ്ഞാൽ എന്താണ്? x + 3, that is x + 3 whole square plus y - 2 whole square is equal to 6 square is 36. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? x + 3 whole square plus y - 2 whole square is equal to 36. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെന്റർ എന്ന് പറയുന്നത് -3ഉം 2 ആണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റർ. അത് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ ആണ്. അതിൽ hന്റെ വാല്യൂ -3 ആയതുകൊണ്ട് -3 വന്നപ്പോൾ x + 3 ആയിട്ട് മാറി. അപ്പോൾ x + 3 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? നമുക്ക് 36 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എത്രയാണ്? x + 3 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 ആണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മിസലേനിയസ് എക്സസൈസിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് find the center and the radius of the circle x + 5 whole square plus y - 2 whole square is equal to 25. എന്താണ്? x + 5 whole square plus y - 2 whole square is equal to 25. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. x + 5 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്? നമുക്ക് റേഡിയസും സെന്ററും ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻസ് നമ്മുടെ ഫോർമുല വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കിക്കേ. നമ്മുടെ ഇക്വേഷൻ ഓഫ് ദി സർക്കിളിന്റെ ഫോർമുല എന്താണ്? x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് hന്റെ പ്ലേസിൽ ഇവിടെ ആരാണ്? 5 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയേ, h is equal to k is equal to r is equal to, അപ്പൊ hന്റെ പ്ലേസിൽ ഇവിടെ x - 5 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് x -5 ആണ് x + 5 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആരാണ് ന്റെ പ്ലേസിൽ വന്നിരിക്കുന്നത്? -5 ആണ്. ഇനി കെയുടെ പ്ലേസിൽ ആരാണ് വന്നിരിക്കുന്നത്? ഡയറക്റ്റ് നമുക്ക് പറയാം 2 ആണ്. h is equal to -5 ഉം k is equal to 2 ഉം കിട്ടി. ഇനി ന്റെ പ്ലേസിൽ വന്നിരിക്കുന്ന 25 ആണ്. സോ √25 is equal to 5 ആയിരിക്കും. അപ്പൊ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ നമ്മുടെ സെന്റർ HK എന്ന് പറയുന്നത് -5, 2 ആയിരിക്കും. നമ്മുടെ റേഡിയസ് r is equal to 5 ആയിരിക്കും. അപ്പൊ നമുക്ക് സെന്ററും കിട്ടി, നമ്മുടെ റേഡിയസും കിട്ടി. അപ്പൊ x + 5 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ is equal to 25 ആകുമ്പോൾ അതിന്റെ സെന്ററും റേഡിയസും എന്ന് പറഞ്ഞാൽ x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ is equal to r സ്ക്വയർ
സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുലയായിട്ട്, നമ്മുടെ ആക്ച്വൽ ഫോർമുലയായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എച്ച് കിട്ടും, കെ കിട്ടും, ആർ കിട്ടും. ഓക്കെ, അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു -5ഉം കെ ഇസ് ഈക്വൽ ടു 2ഉം ആർ ഇസ് ഈക്വൽ ടു എന്തെന്നും കിട്ടും, 5 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സെന്റർ എച്ച് കെ എന്ന് പറയുന്നത് -5 2ഉം നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഡയറക്റ്റ് നമ്മുടെ ആ ഇക്വേഷൻ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസ് ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ ഇക്വേഷൻ ഓഫ് ദി സർക്കിളിൽ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ഹു സെന്റർ ഈസ് 1 - 2 ആൻഡ് റേഡിയസ് ഈസ് 2, റേഡിയസ് ഈസ് 3. അപ്പോൾ 1 - 2 ആണ് നമ്മുടെ സെന്റർ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എച്ച് കെ എന്ന് പറയുന്നത്. നമ്മുടെ റേഡിയസ് എത്രയാണ്, 3 ആണ്. അപ്പൊ നമ്മുടെ സെന്ററും റേഡിയസും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം, നമ്മുടെ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. നോക്കിക്കേ, എല്ലാ ക്വസ്റ്റ്യനിലും നമ്മുടെ ഈ ഫോർമുല മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മുടെ ആൻസർ ഫൈൻഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് മൈനസ് എച്ചിന്റെ പ്ലേസിൽ ആരാണ്, 1 ആണ്. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ്, നോക്കിയേ കെയുടെ പ്ലേസിൽ ആരാണ്, -2 ആണ്. അപ്പൊ എന്താണ്, വൈ മൈനസ് ഓഫ് -2 അല്ലേ, വൈ മൈനസ് ഓഫ് -2 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ആർ എന്താണ്, 3 ആണ്. ദാറ്റ് ഈസ് 3 സ്ക്വയർ, 3 square which is equal to x minus 1 whole square plus y minus of -2 is y plus 2. y plus 2 whole square is equal to 3 square is 9. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്, x minus 1 whole square plus y plus 2 whole square is equal to 9 ആണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെന്റർ എന്ന് പറയുന്നത് എച്ച് കെ എന്ന് പറയുന്നത് 1 - 2 ആണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റർ എന്ന് പറയുന്നത്. r is equal to നമ്മുടെ റേഡിയസ് എത്രയാണ്, റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. സോ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇക്വേഷൻ, സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുലയാണ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ഓഫ് -2 ഹോൾ സ്ക്വയർ. എന്തുകൊണ്ടാണ് അവിടെ വൈ -1 മൈനസ് ഓഫ് -2 വന്നത്, നമ്മുടെ കെ എന്തായിരുന്നു, -2 ആണ് അല്ലേ. അപ്പൊ ആ -2 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് മൈനസ് അവിടെ നിർത്തിയിട്ട് -2 ബ്രാക്കറ്റിൽ കൊടുക്കണം. അതാണ് നമ്മളിവിടെ -2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് കൊടുത്ത്. ഓക്കെ, നെക്സ്റ്റ് എക്സ് -1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ -2 എന്ന് പറഞ്ഞാൽ y plus 2, ദാറ്റ് ഈസ് y plus 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും നിങ്ങൾ ഓർക്കുക, മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ടായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഈ ഫോർമുല കുറേ ടൈംസ് നമ്മളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് എന്താണ്, നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് തന്നെ പഠിക്കുക. എച്ചും കെ എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റർ ആണെന്നും ആർ എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസ് ആണെന്നും നിങ്ങൾ ഓർക്കുക കേട്ടോ. അപ്പോൾ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ, അത് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു വെച്ചോളുക. അപ്പം നമുക്ക് അതിൽ നിന്ന് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരിക. നമുക്ക് സെന്ററും റേഡിയസും തന്നിട്ട് ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ഫൈൻഡ് ചെയ്യാനും, അതുപോലെ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ട് അതിന്റെ സെന്ററും റേഡിയസും ഫൈൻഡ് ചെയ്യാനും. ഓക്കെ, അപ്പോൾ ആ 2 കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ഓർക്കുക കേട്ടോ. പിന്നെ നമുക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ സെന്റർ അറ്റ് 0 0 ആൻഡ് റേഡിയസ് 6. അവിടെ നോക്കിക്കേ, നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത് 0 0 ആണ് അല്ലേ, റേഡിയസ് 6 ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും, 0 0. അപ്പൊ നമുക്ക് എക്സ് നോക്കിക്കേ, സെന്റർ ഇവിടെ തന്നിരിക്കുന്നത് 0 0യുമാണ്, ദാറ്റ് ഈസ് എച്ച് കെ 0 0യുമാണ്. റേഡിയസ് എന്ന് പറയുന്നത് 6 തന്നെയാണ് നമുക്ക് ഇവിടുത്തെ റേഡിയസ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ്. ദാറ്റ് ഈസ് എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ.
which implies that x square plus y square is equal to r square. നോക്കിക്കേ, ആറിന്റെ പ്ലേസിൽ ആരാണ് വന്നിരിക്കുന്നത്? ആറ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇത് ടെക്സ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ എച്ചിന്റെയും കെയുടെയും വാല്യൂ അവിടെ 0 ആയിട്ട് മാറി, നമ്മുടെ ആറിന്റെ വാല്യൂ 6 തന്നെയായിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ 2 ആണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ വിത്ത് സെന്റർ -3, 2 ആൻഡ് റേഡിയസ് 4. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എച്ചിന്റെ വാല്യൂ -2ഉം കെയുടെ വാല്യൂ 3ഉം കൊടുക്കുക. റേഡിയസ് എത്രയാണ്? റേഡിയസ് 4ഉം ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ചിന്റെ വാല്യൂം കെയുടെ വാല്യൂം ആറിന്റെ വാല്യൂം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് find the center and the radius of the circle. X square plus y square plus 8x plus 10y minus 8 is equal to 0. അതിൽ നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? സെന്ററും റേഡിയസും ഫൈൻഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 8x പ്ലസ് 10y മൈനസ് 8 is equal to 0 എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എക്സ് സ്ക്വയർ പ്ലസ് 8xഉം വൈ സ്ക്വയർ പ്ലസ് 10y അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, 8നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് വരും? നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അതെന്തായിരുന്നു? നമുക്കൊന്ന് എഴുതി നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 8x. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 8x plus 10y minus 8 is equal to 0 plus 10y minus 8 is equal to 0. ഇവിടെ നോക്കിക്കേ, ഒരു വലിയ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും എക്സും വൈയും കുറച്ച് നമ്പേഴ്സ് എല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 8x പ്ലസ് 10y മൈനസ് 8 is equal to 0 എന്നല്ലേ പറഞ്ഞേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് സ്ക്വയറിന്റെ ടേമിൽ എക്സിനെ കൂട്ടി എഴുതുക, എക്സിന്റെ ടേമും വൈയുടെ ടേമും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ പ്ലസ് 8x എന്നും കൊടുക്കുക, വൈ സ്ക്വയർ പ്ലസ് 10y എന്നും കൊടുക്കുക, മൈനസ് 8 is equal to 0. എന്നിട്ട് എന്ത് കൊടുക്കുക? എക്സ് സ്ക്വയർ പ്ലസ് 8x വൈ സ്ക്വയർ പ്ലസ് 10y ഈസ് ഈക്വൽ ടു മൈനസ് 8നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ നമുക്ക് പ്ലസ് 8 ആയിട്ട് മാറി. മൈനസ് 8നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് പ്ലസ് 8 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിൻ്റെ ടൈമും വൈയുടെ ടൈമും ഒന്നിച്ച് എഴുതിയിട്ട് നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടായിരുന്നു, അതാണ് നമ്മുടെ 8 എന്ന് പറയുന്നത്. ആ 8നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് -8 ഉണ്ടായിരുന്നു അല്ലേ? ആ -8നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി പ്ലസ് 8 ആയിട്ട് മാറി. ഇനി നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 8xഉം വൈ സ്ക്വയർ പ്ലസ് 10y നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 എന്നും കൊടുക്കാം, വൈ സ്ക്വയർ പ്ലസ് 10y പ്ലസ് 25 എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തേ? 16ഉം 25ഉം 25 അത് നമുക്ക് 16 25 നമ്മൾ എടുത്തിരിക്കുന്നത്. അത് റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് 10y പ്ലസ് 25 ഈസ് ഈക്വൽ ടു 8 പ്ലസ് 16 പ്ലസ് 25 എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 10y പ്ലസ് 25 ഈസ് ഈക്വൽ ടു 8 പ്ലസ് 16 എത്രയാണ്? 24 ആണ്. 24 പ്ലസ് 25 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 49 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് എത്രയാണ്? 49 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 4ഉം 5ഉം നമുക്ക് കിട്ടും. നിങ്ങൾ നോക്കിക്കേ, ഇതിൻ്റെ ഷോർട്ട് ഫോമും ഇതിൻ്റെ ഷോർട്ട് ഫോമും ഓക്കെ അതവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ രണ്ടിൻ്റെ ഷോർട്ട് ഫോം എന്താ നോക്കി? ഏതൊക്കെ നമ്പറിൻ്റെ സ്ക്വയർ ആണ്, അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് അല്ലേ? അപ്പോൾ അതിൻ്റെ എ മൈനസ് ബിയും എ പ്ലസ് ബി ഹോൾ സ്ക്വയറുള്ള ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് എയും ബിയും ഇവിടെ എന്താണ് നോക്കിക്കേ. നിങ്ങൾ ഇത് നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 വൈ സ്ക്വയർ പ്ലസ് 10y പ്ലസ് 25. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എക്സ് സ്ക്വയർ ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയറും അല്ലേ? അപ്പോൾ നമുക്ക് എക്സിൻ്റെ കൂടെ ഏത് നമ്പറും കൂടെ വരുമ്പോഴായിരിക്കും കിട്ടുക? ഈ 16 എന്ന് പറയുന്നത് ആരുടെ സ്ക്വയർ ആയിരിക്കും? 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്തെന്ന് എഴുതാം? എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇതെങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണേ? എക്സ്
നോക്കിക്കേ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എയുടെ പ്ലസിൽ ആരാണ്? എക്സ് ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4x, എയും ബിയും അല്ലേ, 4x പ്ലസ് ബി സ്ക്വയർ ആണ്. ബി ഈസ് ഇവിടെ 4 ആണ്, ദാറ്റ് ഈസ് 4 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 സ്ക്വയർ ഇസ് 16. നോക്കിക്കേ, ഈ വാല്യൂ തന്നെയല്ലേ ഇവിടെ കിടക്കണേ. സോ നമുക്ക് ഇതിനെ ഷോർട്ടാക്കി എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. സെയിം ഇവിടെയോ, വൈ സ്ക്വയർ പ്ലസ് 10y പ്ലസ് 25 എന്നല്ലേ കിടക്കണേ. ഇത് ഈ ഫോമിലാക്കി ഈ 25 എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? നോക്കിക്കേ, 20 ഇവിടെ നിങ്ങൾ നോക്കിയത് ലാസ്റ്റ് ടൈം ആയിരിക്കും നമ്മുടെ ബി സ്ക്വയർ അല്ലേ, ബി അല്ലേ ഇവിടുത്തെ ലാസ്റ്റ് ടൈം, ബി സ്ക്വയർ ആയിരിക്കും നമ്മുടെ ഇവിടെ വരിക. അപ്പൊ നോക്കിക്കേ, അത് നോക്കിയിട്ട് ഇത് ആരുടെ സ്ക്വയർ ആണ്? 5ന്റെ സ്ക്വയർ അല്ലേ 25. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? y പ്ലസ് 5 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് നമുക്ക് നോക്കാം, y സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു y പ്ലസ് 5 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു y സ്ക്വയർ പ്ലസ് 10y പ്ലസ് 25. ഇതല്ലേ ഈ കിടക്കണേ അല്ലേ. അപ്പോൾ നമുക്ക് ഷോർട്ടാക്കി നമുക്ക് ഇങ്ങനെ എഴുതാൻ പാടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? y പ്ലസ് 5 ഹോൾ സ്ക്വയറിന് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു ഇനി 49. റൂട്ട് ഓഫ് 49 എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 ആണ്. അപ്പോൾ 7ന്റെ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും അല്ലേ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്താ ചെയ്തതെന്ന്? എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 5 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 സ്ക്വയർ ആയിട്ട് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ എന്തേ? നമ്മുടെ ഫോർമുലയിലെ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. കമ്പയർ ചെയ്തേ, അതിൽ നിന്ന് എച്ചിൻ്റെയും കെയുടെയും ആറിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ച് എച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? എക്സ് മൈനസ് എച്ച് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -4. ഇനി കെ ഇസ് ഈക്വൽ ടു അല്ലേ, കെ മൈനസ് കെ അല്ലേ, അപ്പൊ ഇവിടെ +5 അല്ലേ, അപ്പൊ കെയുടെ വാല്യൂ -5. നെക്സ്റ്റ് ആറിന്റെ വാല്യൂ നോക്കിക്കേ, ആർ സ്ക്വയർ ദാറ്റ് ഈസ് 7, ആറിന്റെ വാല്യൂ 7. അപ്പൊ നമ്മുടെ എച്ച് കെ എന്ന് പറയുന്നത് നമ്മുടെ സെന്റർ എന്ന് പറയുന്ന 4, 5ഉം റേഡിയസ് 7ഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മുടെ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഓക്കെ, ബൈ. താങ്ക് യു ഫ്രണ്ട്സ്.